ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം 2-ാം ഭാഗം. ആ വാക്കിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു എന്ന വാക്കുകളാണ്. ഈ വാക്കിനകത്തും ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, നിഴല് വേഗത്തിൽ മാറിപ്പോകുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതകാലവും വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഭക്തൻ ആഗ്രഹിക്കുകയാണ്. 90-ാം സങ്കീർത്തനത്തിനകത്ത് 4, 9, 10 വാക്യങ്ങൾ നാം പരിശോധിച്ചു നോക്കിയാൽ അവിടെ പറയുന്ന വാക്കുകൾ, ഒന്ന്, രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവകാലം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രസ്താവനയിൽ, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളുടെ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഒരു ദീർഘശ്വാസം പോലെ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാലം എന്ന് പറയുകയാണ്. മൂന്നാമത്തെ പ്രസ്താവനയിൽ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും എന്നുള്ളതായ വാക്കുകളുമുണ്ട്. മോശയുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് കാണുന്നതായ മനുഷ്യനെ നാളെ കാണുവാൻ കഴിയാത്തത് ഒരു നിഴലിനോട് സമാനമായതാണ് മനുഷ്യന്റെ ജീവിതകാലമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൂചിപ്പിക്കുന്നതായ പദങ്ങളുമാണ്. 39-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നാലും അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നുണ്ട്: മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. ഈ ലോകത്തിലെ ജീവിതമെന്ന് പറയുന്നത് വെറും നിഴൽ മാത്രമാണെന്നും ഈ ലോകത്തിലെ പരിശ്രമങ്ങളെല്ലാം വ്യർത്ഥമായ പരിശ്രമങ്ങളാണെന്നും നാം നേടുന്നതൊന്നും നമുക്ക് അനുഭവിപ്പാൻ കഴിയണമെന്ന് നിശ്ചയമില്ലെന്നുമൊക്കെ ഭക്തൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനോട് ചോദിച്ചാൽ മനുഷ്യൻ്റെ ജീവിതകാലം വ്യത്യസ്തമായ നിലയിലാണെന്നും ജനിപ്പാനൊരു കാലമുള്ളതുപോലെ മരിപ്പാനൊരു കാലമുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയണം. മരണത്തിന് ധനികനെന്നോ ദരിദ്രനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും മരിക്കും എന്നും ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിൽ നാം തിരിച്ചറിയേണ്ടതും നാം ഓർക്കേണ്ടതും, നമുക്ക് പ്രശംസിപ്പാനും നമുക്ക് നിഗളിപ്പാനും അഹങ്കരിപ്പാനുമായിട്ട് നമ്മുടെ മുൻപിൽ ഒന്നുമില്ല. ഇന്ന് കാണുന്ന നാം നാളെ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലെന്ന് തിരിച്ചറിഞ്ഞ്
ഈ ലോകത്ത് ജീവിപ്പാനായി താൽക്കാലിക അവസരം തന്ന ദൈവത്തോട് കടപ്പെട്ടവരും കടപ്പാടുള്ളവരുമായി നമ്മുടെ ചുരുങ്ങിയ കാലഘട്ടം കഴിക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാം. അതിനെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളൊരു ശ്വാസം മാത്രമാണ്, ഞങ്ങളൊരു നിഴൽ പോലെ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ പരമാർത്ഥതയോടെ സ്നേഹിക്കുന്നവരും ഞങ്ങൾ മനുഷ്യത്വമുള്ളവരുമായി ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.